യൂറോ കപ്പിൽ തുർക്കി ക്വാർട്ടറിൽ. ഇന്ന് നടന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ഓസ്ട്രിയയെ പരാജയപ്പെടുത്തിയാണ് തുർക്കി ക്വാർട്ടറിലെത്തിയത്. 1-നെതിരെ 2 ഗോളുകൾക്കാണ് തുർക്കിയുടെ ജയം. ഇരട്ട ഗോളുകളുമായി ഡെംബ്രാളാണ് തുർക്കിയുടെ വിജയത്തിൽ ഹീറോ ആയത്. ഇന്ന് 3 ഗോളുകളും പിറന്നത് കോർണർ കിക്കിൽ നിന്നായിരുന്നു. മത്സരത്തിന് 57-ാം സെക്കൻഡിൽ തുർക്കി മുന്നിലെത്തി. ഗോളിനടുത്ത കോർണർ കിക്കിൽ ഓസ്ട്രിയൻ ഡിഫൻസിന്റെ ക്ലിയറൻസ് പിഴവിൽ നിന്ന് ലഭിച്ച പന്ത് ഒരു പവർഫുൾ ക്ലോസ് റേഞ്ച് ഷോട്ടിലൂടെ ഡെംബ്രാൾ വലയിലെത്തിച്ചു. യൂറോ കപ്പ് ചരിത്രത്തിൽ ഏറ്റവും വേഗമേറിയ നോക്കൌട്ട് ഗോളാണിത്. ഈ ഗോൾ വീണതോടെ ഓസ്ട്രിയ ആക്രമണം ശക്തമാക്കി. എന്നാൽ അവസരങ്ങൾ സൃഷ്ടിച്ച അവർക്ക് ലക്ഷ്യമില്ലാതായിപ്പോയി. ആദ്യ പകുതി ഒറ്റ ഗോൾ ലീഡിൽ അവസാനിച്ചു. രണ്ടാം പകുതിയിലും ഗോൾ തിരിച്ചടിക്കാനുള്ള ഓസ്ട്രിയൻ ശ്രമങ്ങൾ. ഇതിനിടയിൽ 59-ാം മിനിറ്റിൽ മറ്റൊരു കോർണർ കിക്കിൽ നിന്ന് ഹെഡറിലൂടെ ഡെംബ്രാൾ തുർക്കിയുടെ ലീഡ് ഇരട്ടിയാക്കി. എന്നാൽ 66-ാം മിനിറ്റിൽ മൈക്കൽ ഗ്രെഗോറിച്ചിലൂടെ ഓസ്ട്രിയ ഒരു ഗോൾ മടക്കി മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. തുടർന്ന് സമനില ഗോളിനായുള്ള ഓസ്ട്രിയൻ പോരാട്ടം. മത്സരം തീരാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കിയ ഓസ്ട്രിയയുടെ ഗോൾ ശ്രമം തുർക്കി ഗോൾ കീപ്പർ മെർറ്റ് അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയതോടെ തുർക്കി ക്വാർട്ടറിലേക്ക് മുന്നേറി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 61% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ഓസ്ട്രിയയായിരുന്നു. 21 ഷോട്ടുകളാണ് ഓസ്ട്രിയ മത്സരത്തിൽ ആകെ തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. 565 പാസുകൾ 83% കൃത്യതയോടെ ഓസ്ട്രിയ പൂർത്തിയാക്കി. 6 ഷോട്ടുകളാണ് തുർക്കി തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. 378 പാസുകൾ 80% കൃത്യതയോടെ തുർക്കി പൂർത്തിയാക്കി. ക്വാർട്ടറിൽ നെതർലൻഡ്സാണ് തുർക്കിയുടെ എതിരാളികൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.